രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം കാസർഗോഡ് കാലിക്കടവിൽ നിർവഹിക്കും. മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പരിപാടി, ഈ വാർഷികാഘോഷം ധൂർത്താണ്, സർക്കാരിന് ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്ന വിമർശനമൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിനുള്ള മറുപടിയും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, ഇതൊരു ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായുള്ള വികസന നേട്ടങ്ങളുടെ ഒരു പ്രചാരണം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ വാർഷികാഘോഷത്തെ കാണേണ്ടത്. അതിന് വിപുലമായ പരിപാടികൾ, ജില്ലകൾ തോറും പരിപാടികൾ ക്രമീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അതിൽ പങ്കെടുക്കുന്നു. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഒപ്പം തന്നെ മറ്റൊന്ന് പ്രതിപക്ഷത്തിൻ്റെ വിമർശനമാണ്. അത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേരാത്ത തരത്തിൽ, പ്രത്യേകിച്ച് സമരങ്ങളോട് പോലും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഉയർത്തിക്കാട്ടിയുള്ള വിമർശനം. വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സമസ്ത മേഖലകളിലും പരാജയം എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനം. ഇതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ആർ ശ്രീജിത്ത്? തുടക്കത്തിൽ സൂചിപ്പിച്ചു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി 2025 ഡിസംബറിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായുള്ള സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ തുടക്കമാണ് ഈ 4ാം വാർഷിക പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന കാര്യം വളരെ വ്യക്തമാണ്. 2026 10 കൊല്ലം പൂർത്തീകരിക്കുന്ന LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ വാർഷിക പരിപാടി വിപുലമായി ആഘോഷിക്കുന്നതിലൂടെ സർക്കാർ ഉന്നമിടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വലിയ തുക ചെലവഴിക്കുമെന്ന വിമർശനമാണ് ഇതിലൂടെ നേരിടുന്നത്. ഏതാണ്ട് 100 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളും ജില്ലാ പ്രദർശന വിപണന മേളകളും മറ്റും സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുത്ത് വിവിധ മേഖലയിലുള്ള പ്രമുഖരുടെ യോഗങ്ങളും വിളിക്കുന്നുണ്ട്. ആ പരിപാടിക്ക് ഇന്ന് കാസർഗോട്ട് തുടക്കമാവുകയാണ്. കാഞ്ഞങ്ങാട് വെച്ചാണ് മുഖ്യമന്ത്രി 500 പേരടങ്ങുന്ന വിവിധ മേഖലയിലുള്ള പ്രതിനിധികളുമായി സംവദിക്കുന്നത്. സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തെപ്പറ്റിയുള്ള ജനങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുന്നതിനും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കേണ്ടത് എന്നതിൻ്റെ ഒരു ആശയ രൂപീകരണ വേദിയായും ഇത്തരം കൂടിക്കാഴ്ചകളെ മാറ്റാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. പൊതുവിൽ 4ാം വാർഷികമാണ് ആഘോഷമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഒന്നാം സർക്കാരിൻ്റെ അടക്കം 9ാം വാർഷികം എന്ന നിലയ്ക്ക് തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഔപചാരികമായ തുടക്കമെന്ന നിലയ്ക്ക് കൂടി ഇതിനെ കാണണം. ശ്രീജിത്ത്, ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരുപാട് വിമർശനങ്ങൾ. അത് ഒരു സർക്കാരില്ലായ്മ കേരളത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന വിമർശനം, ആരോഗ്യമേഖലയിലെ മരുന്നൊക്കെയും ആരോഗ്യമേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം, എല്ലായിടത്തും അഴിമതിയും ധൂർത്തും നടക്കുന്നു എന്ന വിമർശനം, ആശമാർക്ക് പണം നൽകാതെ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ സ്വഭാവം സർക്കാരിനുണ്ട് എന്ന വിമർശനം, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ രാഷ്ട്രീയ പ്രചാരണ സ്വഭാവമുള്ള ഈ വാർഷികാഘോഷത്തിന് ഒപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതിലൊരു പ്രതിരോധം സർക്കാരിന് സാധ്യമാകുമോ ഈ പരിപാടികളിലൂടെ ആർ ശ്രീജിത്ത്? സർക്കാർ നേരിടുന്ന ധൂർത്ത് ഒഴികെയുള്ള, അതായത് വൻതുക 100 കോടി രൂപ ചെലവിട്ട് സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു എന്നതിനൊപ്പം തന്നെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന സമരങ്ങളെ അവഗണിക്കുന്ന രീതിയും വലിയ തോതിൽ വിമർശനത്തിന് ഇട നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാവർക്കർമാരുടെയും വനിതാ CPOമാരുടെയും മറ്റും സമരമാണ്. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതനം കൂട്ടിക്കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ 100 കോടി രൂപ ചെലവിട്ട് വാർഷികാഘോഷം നടത്തുന്നതിലെ വൈരുദ്ധ്യമാണ് പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആശ്രിത വത്സല നിയമനങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിക്കാർക്കും മറ്റുമുള്ള അനർഹമായ പരിഗണനകൾ തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങൾ ഈ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധവും പ്രചരണമായുധമാക്കുമ്പോൾ തന്നെ ഇവിടെ ലഭ്യമായ വിഭവത്തിൽ നിന്ന് തന്നെ വലിയ തോതിൽ ധൂർത്തും നടത്തുന്നു എന്ന വിമർശനവും നേരിടുന്നു. കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന മറുപടിയാണ് ഇതിനൊക്കെ സർക്കാർ നൽകുന്നത്. എന്തായാലും കേന്ദ്രത്തിൻ്റെ വിലക്കുകളെയും ഉപരോധത്തെയും മറികടന്നുകൊണ്ട് ജനകീയമായി ഇടപെടാൻ സർക്കാരിന് കഴിയുന്നു. ആ വിവരം ജനങ്ങളെ അറിയിക്കുക, ജനങ്ങളെ പിന്തുണ ആർജിക്കുക എന്നതാണ് വാർഷികാഘോഷ പരിപാടി വിപുലമായി നടത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്.
ചെറിയാർ ശ്രീത്താണ് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ രാഷ്ട്രീയ വിശകലനം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കാസർഗോട്ട് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുക, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു പ്രചാരണത്തിൻ്റെ സ്വഭാവം കൂടി ആ പരിപാടികൾക്കുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേക പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ട്. ഈ 9 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്ന ഒരു പരിപാടിയായി കൂടി അത് മാറുകയാണ്. പ്രതിപക്ഷം ചില വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നാലാം വാർഷിക ആഘോഷവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇനി എന്തായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിനടക്കം മുഖ്യമന്ത്രി മറുപടി പറയാൻ സാധ്യതയുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന്, ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വലിയ ധൂർത്താണ്, വലിയ ചിലവേറിയ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സർക്കാരിൻ്റെ ഭരണപരമായ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളാണ്. ഇതിനൊക്കെ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറുപടിയും പ്രതീക്ഷിക്കണം.